Narayanan and the Systems Education Center Malappuram. We are dealing with the paper Social History of England and the History of English Literature, Part 10, the 20th century and after 1902 to the present day. Introduction. The 20th century is a mixture of progress and retrogression, construction and destruction. Within 50 years, a new world with intellectual, physical, moral, political, social and economic values had been treated. Science held doom and destruction. The nuclear weapons had terrible consequences. The economic boom and the material program of the previous age had a fall after the war, but tenacity of the people put the country back on its track. സോ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്രോഗ്രസിൻ്റെയും അതുപോലെ തന്നെ അധപതനത്തിലേക്കും ഉള്ളൊരു അതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും കൂടെ ഒരു തുടക്കമായിരുന്നു എന്നാണ് പറയണത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും ഈ ഒരു 50 വർഷത്തിനുള്ളിൽ മീൻസ് 15 years a new world with intellectual, physical, moral, political, social and economic values has been created. കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും ഈ 50 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ വേൾഡ് എന്താ പറയുക ഇൻ്റലക്ച്വലി, ഫിസിക്കലി, മോറലിയും, പൊളിറ്റിക്കലിയും, സോഷ്യലി, എക്കണോമിക് വാല്യൂസും ഒക്കെ കൂടെ ഉള്ള ഒരു പുതിയ ലോകം തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സയൻസിന് നാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസിനൊക്കെ ഒരുപാട് കോൺസിക്വൻസസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്കണോമിക് ലെവലിൽ സാമ്പത്തികമായ ഇതിൽ നല്ലൊരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ മെറ്റീരിയൽ പ്രോഗ്രാം ഓഫ് പ്രീവിയസ് ഏജ് ഹാഡ് എ ഫാൾ ആഫ്റ്റർ ദ വാർ. അപ്പം കഴിഞ്ഞ ഏജിലുണ്ടായിരുന്ന ആ ഒരു മെറ്റീരിയൽ പ്രോഗ്രാമിനൊക്കെ യുദ്ധത്തിന് ശേഷം എന്താ പറയുക അധപ്പതിച്ചു പോയി എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു ഈ ജനങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് അവരെ പിന്നീട് ആ ഒരു പണ്ടത്തെ അതേ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. Germany, USA and France were though competitors for England and Britain could not retain her old leadership. The new invention like aeroplane, cinema, television altered the lifestyle of the people. അപ്പോൾ ജർമ്മനി, USA, ഫ്രാൻസ് എന്നിവരായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ഇംഗ്ലണ്ടിനും ബ്രിട്ടനും ഉണ്ടായിരുന്നത്. അവർക്ക് ആ പണ്ടത്തെ ആ ലീഡർഷിപ്പ് പിന്നീട് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല, പഴയ പോലെ ആക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ എന്താ പറയുക എയ്റോപ്ലെയിന്, സിനിമ, ടെലിവിഷൻ ഇതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഇൻവെൻഷൻ ആളുകളുടെ ജീവിതശൈലിനെ തന്നെ മാറ്റി എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് ഓഫ് ദ സെഞ്ച്വറി സോ മെനി മോർ ഇൻവെൻഷൻസ് ലൈക്ക് rockets, robots, satellite communication and computers. The modern home is full of comforts and the bond of love, moral and social values degenerated. The rise in material standard of living paves way for all fall of spiritual and moral values of the people. The institution of marriage is challenged. Youth unrest, alcoholism, sexual harassment, violence, terrorism, corruption have been incurable maladies of the 20th century. Honesty, virtue, sacrifice still exists but not with vigor and meaning. അപ്പോൾ ഈ ആ സെഞ്ച്വറിയുടെ ഒരു രണ്ടാം പകുതിയൊക്കെ ആയപ്പോഴേക്കുമാണ് റോക്കറ്റ്, റോബോട്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ഇതൊക്കെ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ മോഡേൺ ഹോം എന്ന് പറയുന്നത് എന്താണ് ഫുൾ ഓഫ് കംഫർട്ട്സ് ആണ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ബോണ്ട് ഓഫ് ലവ്, മോറൽ, സോഷ്യൽ വാല്യൂ ഇതൊക്കെ അധപ്പതിച്ചു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ മെറ്റീരിയൽ സ്റ്റാൻഡേർഡൊക്കെ എന്താ പറയുക തടസ്സങ്ങളൊക്കെ നീങ്ങി വന്നു. സ്പിരിച്വൽ മോറൽ വാല്യൂസൊക്കെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്താ ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഈ യുവജനങ്ങളുടെ അശാന്തി, മദ്യപാനം, അതുപോലെ സെക്ഷൽ ഹരാസ്മെൻറ്റ്, വയലൻസ്, ടെററിസം, കറപ്ഷൻ ഇതൊക്കെ എന്താ പറയുക മാറ്റാൻ പറ്റാത്ത രോഗങ്ങളായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ എന്ന് പറയാം. ഹോണസ്റ്റിയും വെർച്വയും സാക്രിഫൈസും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ പണ്ടത്തെ ആ ഒരു വീര്യത്തോടു കൂടി അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എഡ്വേർഡ് 7 came for power after the death of even Victoria in 1901. He was her son and remained in power for 10 years. George X 1910 to 1930. Edward VII was succeeded by his brother John V
He saw consequences of the First World War and the beginning of the Second World War. അപ്പോൾ എഡ്വേർഡ് ഏഴാമനായിരുന്നു പിന്നീട് 1901 ഈ പദവിയിൽ വന്നത്. വിക്ടോറിയയുടെ മകനായിരുന്നു അദ്ദേഹം. 10 വർഷത്തോളം അദ്ദേഹം അവിടെ ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജോർജ് അഞ്ചാമൻ സക്സീഡ് ചെയ്തു. അപ്പം ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോൺസിക്വൻസസും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തുടക്കമൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എലിസബത്ത് II, George VI died in 1936 and his daughter was crowned Queen of England. She is loved as respected by her loyal subjects. എലിസബത്ത് രണ്ടാം അവരായിരുന്നു ജോർജ് ആറാമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞി എന്ന് പറയുന്നത്. അവർ വളരെ സത്യസന്ധയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. The dynasty from George V is known as the House of Windsors. He wanted to assure his people that he would not let his German and Russian cousins to influence his foreign policy. He declared that he was out an Englishman born and bred in England. He shared his German family title and chose new family name the House of Windsor. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോർജ് അഞ്ചാമൻ്റെ ഡൈനാസ്റ്റിയിൽ അറിയപ്പെട്ടിരുന്നത് ഹൗസ് ഓഫ് വിൻസേഴ്സ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജർമ്മൻ റഷ്യൻ കസിൻസിനെയൊന്നും ഫോറിൻ പോളിസിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇംഗ്ലീഷുകാരനായിട്ടാണ് ജനിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷുകാരനായിട്ടാണ് ജനിച്ചത്. വളർന്നതും ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹം ജർമ്മൻ ഫാമിലി ടൈറ്റിൽ ജർമ്മൻ ഫാമിലി ടൈറ്റിൽ ആൻഡ് ചൂസ് ന്യൂ ഫാമിലി നെയിം. അദ്ദേഹം ജർമ്മൻ ഫാമിലി ടൈറ്റിൽ ഒഴിവാക്കിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഒരു പുതിയ ഫാമിലി നെയിം കൊണ്ടുവന്നത് ഹൗസ് ഓഫ് വിൻസർ എന്ന് പറയുന്നത്. ഇനി ഫാബിയൻ സൊസൈറ്റിയാണ് പറയുന്നത്. ബ്രിട്ടീഷ് സോഷ്യലിസം ഗ്യൂ ഇൻ ദ നേറ്റീവ് സോയിൽ. ദ ടേം ഇംപ്ലൈസ് പബ്ലിക് കൺട്രോൾ ഓഫ് ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് ഇൻഡസ്ട്രി. Capitalism could not be overthrown by violence. A group of thinkers, writers and workers joined together to win people to socialism by persuasive method. This resulted in the formation of a Fabian society by Mr. and Mrs. Sidney Webb and Shaw. അപ്പോൾ ബ്രിട്ടീഷിലെ സോഷ്യലിസം നേറ്റീവ് സോയിലിൽ വളർന്നു വന്നു. അതുപോലെ തന്നെ ഈ ഒരു ടേം പറയുന്നത് എന്താണ്, പബ്ലിക്കിന് ലാൻഡിനും ക്യാപിറ്റലും ഇൻഡസ്ട്രിയിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ക്യാപിറ്റലിസം നശിപ്പിക്കാനായിട്ട് വയലൻസ് കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കൂട്ടം ചിന്തകർ, റൈറ്റേഴ്സും വർക്കേഴ്സും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് സോഷ്യലിസത്തെ ഒരു അനുനയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മെത്തേഡാക്കി മാറ്റി. അതുപോലെ തന്നെ this resulted in the formation of Fabian. ഇതാണ് ഫാബിയൻ സൊസൈറ്റി ഉണ്ടാക്കാനുള്ള കാരണം. അതുണ്ടാക്കിയത് മിസ്റ്റർ ആൻഡ് മിസ്സസ് സിഡ്നി വെബ് ആൻഡ് ഷോ ആണ്. ഇനി സോഷ്യൽ റിഫോംസ് ആണ് പറയുന്നത്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് വാസ് പാസ്ഡ് in 1906. This resulted in the compaction for laborers for injuries caused. The scheme of old age pension for old was introduced. National Health Insurance Act was passed by Lloyd George. It dealt with the health and unemployment. അപ്പോൾ ഈ വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് 1906 പാസ്സാക്കി. അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുന്ന ലേബേഴ്സിനൊക്കെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായി. അപ്പം അതുപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് പെൻഷൻ സ്കീമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് ആക്ടൊക്കെ ലോയിഡ് ജോർജ് പാസ്സാക്കി. അപ്പോൾ അത് ഹെൽത്ത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെയാണ് അത് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മിസ്സസ് പെൻക്രസ്റ്റ് ഫൗണ്ടഡ് ദ വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ in 1903. People's Budget of 1909 was one of the most revolutionary budgets of the British Parliament. The rich was taxed heavily. In addition to the income tax and the super tax was levied. A road fund was created to maintain the roads. Civil war was imminent in 1914. അപ്പോൾ മിസ്സസ് പെൻക്രസ്റ്റ് സ്ത്രീകൾക്കായിട്ടുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ യൂണിയൻ 1903 കണ്ടുപിടിച്ചു. പിന്നീട് 1909 പീപ്പിൾസ് ബഡ്ജറ്റ് വന്നു. അതായിരുന്നു ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് പണക്കാരായ ആളുകൾക്ക് ഒരുപാട് ടാക്സ്
ഈടാക്കി. ഇൻകം ടാക്സ്, സൂപ്പർ ടാക്സ് അങ്ങനെയുള്ളതൊക്കെ ഈടാക്കി. അതുപോലെ തന്നെ റോഡ് ഫണ്ട് കൊണ്ടുവന്നു, ആ റോഡ്സൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ സിവിൽ വാറൊക്കെ നടന്നത് 1914 The railway workers and mine workers staged and a strike and upset the peace of the country. This unrest was miscalculated by foreign forces, especially Germany. When the First World War broke out, the politicians cemented their quarrel. Strikers went back to their work, and this astonished the friends and the enemies of England. അപ്പോൾ റെയിൽവേ വർക്കേഴ്സും മൈൻ വർക്കേഴ്സും ഒരു എന്താ പറയുക സ്ട്രൈക്ക് നടത്തി. അപ്പോൾ അത് എന്താ പറയുക അവരുടെ ആ ഒരു സമാധാനം, ആ കൺട്രിയുടെ സമാധാനം ഇല്ലാതാക്കി. അപ്പോൾ ഈ ഒരു അശാന്തി എന്താണ് ഫോറിൻ ഫോഴ്സസിനെയൊക്കെ മിസ്കാൽക്കുലേറ്റ് ചെയ്തു, പ്രത്യേകിച്ച് ജർമ്മനി. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയ സമയത്ത് പൊളിറ്റീഷ്യൻസൊക്കെ എന്താണ് പറയുക അവരുടെ ഇടയിൽ ഒരു ഐക്യബന്ധം ഉണ്ടായിരുന്നു. പിന്നെ കോറൽസ്, സ്ട്രൈക്കേഴ്സൊക്കെ അവരുടെ വർക്കിലേക്ക് തിരിച്ചു പോയി. ഇതെല്ലാവരെയും എന്താ പറയുക ഇംഗ്ലണ്ടിൻ്റെ ഫ്രണ്ട്സിനെ എനിമീസിനെയൊക്കെ അതിശയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡ് വാർസ്, ഫസ്റ്റ് വേൾഡ് വാർ. ഇനി ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചാണ് പറയുന്നത്. 1914 to 1918 A local conflict in Central Europe created a global war. Europe was divided into two groups, and the assassination of Austrian prince by a Serb was to provoke a war. Germany supported Austria and encouraged her to declare a war on Serbia. Russia offered her help Serbia. So Germany declared war on Russia and also declared war on France. Britain had guaranteed support and protection to Belgium. Germany had to pass through Belgium to reach Paris. Belgium resisted Germany's move and British had to enter the war to protect Belgium and support France. അപ്പം ഈ സെൻട്രൽ യൂറോപ്പിലൊരു ലോക്കൽ കോൺഫ്ലിക്റ്റ് നടന്നു. അതാണ് ഒരു ഗ്ലോബൽ വാർ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. യൂറോപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സമയത്ത് എന്താ പറയുക ഓസ്ട്രിയൻ പ്രിൻസിനെ ഒരു സെർബ് കാരണം കൊല്ലപ്പെട്ടു. അതാണ് യുദ്ധത്തിന് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ജർമ്മനി ഓസ്ട്രിയനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ സെർബിയക്കെതിരെ വാർ ഡിക്ലെയർ ചെയ്തു. റഷ്യ സെർബിയനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ജർമ്മനി എന്താണ് റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസിനെതിരെയും. അപ്പോൾ ബ്രിട്ടൻ എന്താ പറയുക ബെൽജിയത്തിനെ സപ്പോർട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജർമ്മനിക്ക് ബെൽജിയത്തിലൂടെയാണ് പാരീസിലെത്തേണ്ടത്. അപ്പോൾ ബെൽജിയം ജർമ്മനീനെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്താണ് ബെൽജിയത്തിനെ പ്രൊട്ടക്ട് ബെൽജിയം ആൻഡ് സപ്പോർട്ട് ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യണം, ബെൽജിയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യുദ്ധത്തിന് ഇറങ്ങി. The war lasted for 4 years. Germany announced submarine war against Britain. When few American ships were lost, America declared war on Germany. Meanwhile, Russia went out of the war as communist revolution broke out in her country. In the last lap of war, Germany was deserted by her allies Austria and Turkey. In 1918, the German Navy mutinied. The Treaty of Versailles was signed in 1919. Germany was totally defeated. അപ്പോൾ ഈ ഒരു യുദ്ധം 4 വർഷത്തോളം നീണ്ടു നിന്നു. ജർമ്മനി എന്താ പറയുക സമുദ്രത്തിനടിയിൽ വെച്ചിട്ട് ബ്രിട്ടനോട് യുദ്ധം നടത്താനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം അമേരിക്കയുടെ കുറച്ച് ഷിപ്പുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അമേരിക്ക ജർമ്മനിക്കെതിരെ വാറിന് ഡിക്ലെയർ ചെയ്തു. ആ സമയത്ത് റഷ്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നടന്നു. ആ സമയത്ത് തന്നെ യുദ്ധം ജർമ്മനി ഒറ്റപ്പെട്ടു പോയി. അവളുടെ ഓസ്ട്രേലിയയിലും ടർക്കിയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയി. പിന്നീട് 1918 ജർമ്മൻ നേവി കലാപം നടത്തി. അതുപോലെ തന്നെ ഒരു വെർസാലീസ് ഉടമ്പടി 1919 ഒപ്പുവെച്ചു. ജർമ്മനി പൂർണ്ണമായിട്ടും ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. The First World War ended with collapse of 4 great empires of Germany, Russia, Austria, Hungary and Turkey. Germany was deprived of army, navy and air force. The Treaty of Versailles set up the League of Nations in the hope of preventing future wars. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ഒരു കൊളാപ്സിലാണ് ചെന്നെത്തിയത്. ജർമ്മനി, റഷ്യയും ഓസ്ട്രിയയും ഹംഗറിയും ടർക്കിയും ജർമ്മനി മീൻസ് ഇതൊക്കെ അവരുടെയൊക്കെ ജർമ്മനിയിലെ ആർമി, നേവി, എയർഫോഴ്സും ഒക്കെ ഇല്ലാതെയായി, നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു ഉടമ്പടിയിൽ എന്താണെന്ന് വെച്ചാൽ ലീഗ് ഓഫ് നേഷൻസ് ഭാവിയിൽ യുദ്ധം നടക്കണ്ട എന്നുള്ള ഇതിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്.
The League of Nations. It was established at the end of the Great War to ensure peace in the modern world. President Wilson of USA was a spirit behind the League of Nations. Britain, USA and France felt that it was their responsibility to restore peace and order in the world. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്താണ്, ഒരു സമാധാനം, മോഡേൺ വേൾഡിൽ ഒരു സമാധാനം കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. പ്രസിഡൻ്റ് ആയിട്ടുള്ള വിൽസൺ എന്താണ് ഈ ഒരു ലീഗ് ഓഫ് നേഷന് പിന്നിലുള്ള ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടനും USA ഫ്രാൻസും എന്താണ് സമാധാനം, ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ അവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ഇതിലെത്തി. ദ എഫക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. Destruction, disease, hunger were the results of the First World War. England lost thousands of young men in the war. The next era began with the Act of Parliament giving political rights to every man and woman over 21 and every woman over 30. അപ്പോൾ ഡിസ്ട്രക്ഷനും ഡിസീസും ഹങ്കറും ആയിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ ഒരുപാട് യുവാക്കൾ യുദ്ധത്തിൽ മരിച്ചു. അതുപോലെ തന്നെ പുതിയൊരു ഇത് തുടങ്ങി, ആക്ട് ഓഫ് പാർലമെൻറ്റ് ഗിവിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അപ്പോൾ എല്ലാ ആളുകൾക്കും പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുക്കുക എന്നുള്ളൊരു ആക്ട് പാസ്സായി. അപ്പോൾ സ്ത്രീകൾക്ക് 21 ആൻഡ് എവറി വിമൻ ഓവർ 30 അവർക്കൊക്കെ എന്താ പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുത്തു. ഇറ്റ് ഫൗണ്ട് ഹാർഡ് ഫോർ കോപ്പ് വിത്ത് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഈ ജോലി ഇല്ലാത്തൊരവസ്ഥ, അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, അതിന് കോപ്പപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റ് മാനേജ് ടു റിക്കവർ എക്കണോമിക് ഡിപ്രഷൻ ബട്ട് ക്യാൻ നെവർ റീഗെയിൻ ഹർ സുപ്രമസി. ട്രേഡ് ഡിക്ലൈൻഡ് ആൻഡ് ദ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് വർ ആംഗ്രി. ദ മൈൻസ് ഹാഡ് ബീൻ റൺ അറ്റ് ലോസ്. ദ റെയിൽവേ ഡിഡ് നോട്ട് ഫങ്ഷൻ. ന്യൂസ് പേപ്പേഴ്സ് ഡിഡ് നോട്ട് അപ്പിയർ ആൻഡ് ദർ വാസ് ഫുഡ് ഷോർട്ടേജ്. അപ്പോൾ എന്താണ് ഈ എക്കണോമിക് ഡിപ്രഷൻ, എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ക്ലേശം ഇല്ലാതെയാക്കാനായിട്ട് പണ്ടത്തെ ആ ഒരു സുപ്രമസി മീൻസ് എന്താ പറയുക, അവരുടെ ആ ഒരു മേൽക്കോമ കൊണ്ടുവരാനായിട്ട് പിന്നീട് സാധിച്ചില്ല. ട്രേഡൊക്കെ ഡിക്ലൈൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സൊക്കെ വളരെ ദേഷ്യത്തിലായിരുന്നു. മൈൻസൊക്കെ വളരെ നഷ്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ ഒന്നും ഫങ്ഷൻ ചെയ്തില്ല. ന്യൂസ് പേപ്പേഴ്സ് ഒന്നും വന്നില്ല. ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. The BBC war pressed into service for issuing of news and instruction. The government took prompt steps to get essential supplies and kept law and order under control. Ireland had been revolting for independence, and within 3 years after the war, the southern part of Ireland became a free state. England was not invaded and England was victorious. So this was one of the reasons for her quick recovery. ഈ എന്താ BBC വാർ എന്താണ് ഈ ന്യൂസൊക്കെ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ നിർത്തി. അതുപോലെ തന്നെ ഗവൺമെൻറ് ടു പ്രോംപ്റ്റ് സ്റ്റെപ്സ് ടു ഗെറ്റ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് കെപ്റ്റ് ലോ ആൻഡ് ഓർഡർ അണ്ടർ കൺട്രോൾ. അപ്പോൾ എന്താണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാനും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറൊക്കെ കൺട്രോളിൽ കൊണ്ടുപോകാനും ഗവൺമെൻറ് ഒരുപാട് സ്റ്റെപ്സൊക്കെ സ്വീകരിച്ചു. അയർലൻഡ് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു. എന്നിട്ട് യുദ്ധത്തിന് 3 വർഷത്തിന് ശേഷം അവരുടെ സദേൺ പാർട്ട് ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് മാറി. ഇംഗ്ലണ്ട് വാസ് ഇൻവേർട്ടഡ് ആൻഡ് ഇംഗ്ലണ്ട് വാസ് വിക്ടോറിയസ്. ഇംഗ്ലണ്ടിനെ ഇൻവേർട്ട് ചെയ്തിരുന്നു, അവർ വിക്ടോറിയസ് ആയിരുന്നു. സോ ദിസ് വാസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഹർ ക്വിക്ക് റിക്കവറി. ഇതാണ് അവളുടെ ആ ഒരു ക്വിക്ക് റിക്കവറിക്കുള്ള ഒരു കാരണം എന്ന് പറയണത്. Second World War 1936 to 1945. The political conflict between the Labour Party and the Conservatives and the Liberals upset the atmosphere of peace and hope. The economic depression paralyzed the industries and English gold fell off its standard. Mussolini of Italy and Hitler of Germany were nurturing aggressive designs on neighboring countries. Japan attacked China. Italy aggressed Abyssinia and German invaded Poland. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിനാണ് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാർ 1936 to 1945 കാലഘട്ടത്തിലായിരുന്നു. അപ്പം ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഈ ലേബർ പാർട്ടിയും അതുപോലെ തന്നെ കൺസർവേറ്റീവ്സും ലിബറൽസും തമ്മിൽ. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികരായിട്ടുള്ള ആൾക്കാരും ലിബറൽസ് എന്ന് പറഞ്ഞാൽ പുരോഗമനവാദികളും തമ്മിൽ സമാധാനവും ഇതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു, അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത് മൂലം. പിന്നെ എക്കണോമിക് ഡിപ്രഷൻ എന്താണ്,
സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഇല്ലായ്മ എന്താണ് ഇൻഡസ്ട്രിയൽ മേഖലയിനെയൊക്കെ തളർത്തി കളഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റലിയിലെ മുസോളിനിയും ജർമ്മനിയിലെ ഹിറ്റ്ലറും എന്താണ് ഒരു ആക്രമണം നൈബറിങ് കൺട്രീസിനൊക്കെ ആക്രമണം നടത്താനായിട്ടുള്ള രീതിയിലുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ ചൈനയെ അറ്റാക്ക് ചെയ്തു. ഇറ്റലി എന്താണ് അബ്സീനിയെ ആക്രമിച്ചു. അതുപോലെ തന്നെ ജർമ്മനീനെ പോളണ്ട് ഇൻവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. Germany, Italy and Japan had formed an axis. England proposed to Russia to help her in preventing the aggression in Germany on Poland, but Russia sided with Germany and rejected the proposal. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒരു ആക്സിസ് ഫോം ചെയ്തു. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് റഷ്യൻ്റെ എന്നാൽ ജർമ്മനിയും പോളണ്ടും തമ്മിലുള്ള ആ ഒരു ആക്രമണാത്മക സിറ്റുവേഷൻ ഇല്ലാതാക്കാനായിട്ട് ഇംഗ്ലണ്ട് റഷ്യയുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് എന്താ പറയുക പ്രപ്പോസൽ വെച്ചു. പക്ഷേ റഷ്യ എന്താണ് ജർമ്മനീൻ്റെ സൈഡിലായിരുന്നു. ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. ബ്രിട്ടൻ ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി ഫോർ ദ സേഫ്റ്റി ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഉള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ജർമ്മനിക്കെതിരെ ബ്രിട്ടൻ വാർ ഡിക്ലെയർ ചെയ്തു. ഇൻ ദ ബിഗിനിങ് ജർമ്മനി എമർജ്ഡ് വിക്ടോറിയസ്. ഇനീഷ്യലി USA കൺസിഡർ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബ്രിട്ടൻ ഇൻ ദ വാർ അൺനെസസറി. അപ്പോൾ ജർമ്മനി എന്താ പറയുക തുടക്കത്തിൽ ജർമ്മനി ആണ് ജയിക്കുന്ന ഒരവസ്ഥയിലെത്തിയത്. പക്ഷേ USA എന്താണ് യുദ്ധത്തിലുള്ള ബ്രിട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞു. ബട്ട് വാച്ചിങ് ജർമ്മനീസ് ആറ്റിറ്റ്യൂഡ് ഇറ്റ് എൻഡഡ് ദ വാർ. പക്ഷേ ജർമ്മനിയുടെ ആറ്റിറ്റ്യൂഡ് മൂലം ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി. റഷ്യ ഓൾസോ ടുക്ക് സൈഡ്സ് വിത്ത് അമേരിക്ക ആൻഡ് ബ്രിട്ടൻ. റഷ്യയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കൂടെ ചേർന്നു. ഹിറ്റ്ലർ ഇൻ ഫ്യൂറി അഡ്വാൻസ് ടു ഡിസ്ട്രോയ് റഷ്യ. ഹിറ്റ്ലർ ദേഷ്യം മൂലം റഷ്യ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ബട്ട് ഹി മിസ്കാൽക്കുലേറ്റഡ് ഇറ്റ്സ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആൻഡ് റഷ്യൻ വിൻഡർ വാസ് അൺബിയറബിൾ ടു ജർമ്മൻ സോൾജേഴ്സ് മീൻവൈൽ ഹാഡ് ടു ഫേസ് അറ്റാക്ക് ഫ്രം ഈസ്റ്റ് ടു സൗത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. റഷ്യയിൽ ഒരുപാട് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് താങ്ങാനായിട്ട് ജർമ്മൻ സോൾജേഴ്സിന് കഴിഞ്ഞില്ല. അവർക്ക് ഈസ്റ്റ് തൊട്ട് സൗത്ത് വരെ ആ ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. നോട്ട് എ സിംഗിൾ ജർമ്മൻ സിറ്റി എസ്കേപ്ഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹിറ്റ്ലർ ബിലീവ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ഒരു ജർമ്മൻ സിറ്റി പോലും ആ ഒരു ഡിസ്ട്രക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഹിറ്റ്ലർ പിന്നീട് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ജപ്പാൻ കണ്ടിന്യൂഡ് ദ വാർ. ജപ്പാൻ യുദ്ധം തുടർന്നു പോയി. ബട്ട് ബോംബിംഗ് ഓഫ് ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഫോഴ്സ് ഹർ ടു സറണ്ടർ. പക്ഷേ അവിടെ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടിട്ടുള്ള ബോംബ് ജപ്പാനെ തോൽപ്പിച്ച് കളഞ്ഞു. ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്ക എമേർജ്ഡ് വിക്ടോറിയസ്. ഇറ്റ് ബ്രീഡ് ആൻ ആൻറ്റി വാർ സെൻറ്റിമെൻറ്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇംഗ്ലണ്ടും അമേരിക്കയാണ് ജയിച്ചത്. ഇത് എന്താ പറയുക ഒരു യുദ്ധത്തിനെതിരെയുള്ള ഒരു ചിന്ത ആളുകൾക്കിടയിൽ വളർത്തിയെന്നാണ് പറയുന്നത്. The impact of Second World War. The power and pride of British declined, and the USSR and USSR became the great powers in the world. An important gain of Second World War was UN. The Second World War created the greatest dent on British financial resources. In Britain and America, people could not get over the shell shock. Public attitude toward nationalism, peace and progress changed, and the concept of the welfare state was post-war necessity. Britain wanted to concentrate on internal growth and rehabilitation. She was unseated from her supreme position. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ പവറും പ്രൈഡും ഇല്ലാതെയായി. USSRയും USSRും ആയിരുന്നു വേൾഡിലെ ഗ്രേറ്റഡ് പവേഴ്സായിട്ട് വന്നത്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് UN ആണ്. സെക്കൻഡ് വേൾഡ് വാർ ബ്രിട്ടീഷ് ഫിനാൻഷ്യൽ റിസോഴ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ബ്രിട്ടനും അമേരിക്കയിലെ ആളുകൾ ആ ഒരു ഷെൽ ഷോക്കിൽ നിന്നും റിക്കവേർഡായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ യുദ്ധത്തിനോടും നാഷണലിസത്തിനോടും പീസിനോടും പ്രോഗ്രസിനോടുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറി. അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളത് പോസ്റ്റ് നെസസിറ്റി ഓഫ് മീൻസ് യുദ്ധത്തിന് ശേഷമുള്ളൊരു ആവശ്യമായി മാറി. അതുപോലെ തന്നെ ബ്രിട്ടന് അതിൻ്റെ പുനരധിവാസത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ആ ഒരു സുപ്രീം പൊസിഷൻ അവൾക്ക് നഷ്ടപ്പെട്ടു. ദ വെൽഫെയർ സ്റ്റേറ്റ്സ്. ദ ഹൊറേഴ്സ് ഓഫ് വാർ സ്റ്റേറ്റ്
The horrors of war stirred the conscience of people that if it was generally agreed that the state must assume responsibility for the welfare of the helpless. After the World War, the concept of welfare state took deep root in England. Thus, the welfare state, whose main concern was the welfare of the helpless section of the society, came into existence. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ഹൊറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആളുകൾക്കിടയിൽ ഒരുപാട് പരിഭ്രമം, അവരുടെ ഉൾക്കരുത്തില്ലാതാക്കി എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റേറ്റ് നമ്മുടെ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ സഹായം കിട്ടാത്തവരെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇംഗ്ലീഷിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സൊസൈറ്റിയിൽ വളരെ താഴെക്കടിയിലേക്ക് നിൽക്കുന്ന സഹായം ലഭിക്കാത്ത ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ദ ഫാമിലി അലവൻസ് ആക്ട്, നാഷണൽ ഇൻഷുറൻസ് ആക്ട്, നാഷണൽ ഹെൽത്ത് സർവീസ് ആക്ട്, നാഷണൽ അസിസ്റ്റൻറ്റ് ആക്ട്സ് വർ മെഷർ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റിൻ്റെ മെയിൻ മെഷേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി അലവൻസ് ആക്ട്, നാഷണൽ ഇൻഷുറൻസ് ആക്ട്, നാഷണൽ ഹെൽത്ത് സർവീസ് ആക്ട്, നാഷണൽ അസിസ്റ്റൻറ്റ് ആക്ട് എന്നിവയായിരുന്നു. ബ്രിട്ടീഷ് കോമൺ വെൽത്ത്. In 1931, Britain came from the known as Commonwealth restricted for white territories. One by one her colonies won their independence. അപ്പം 1931 ബ്രിട്ടീഷ് എന്താണ് കോമൺവെൽത്ത് എന്താണ് came for the known as Commonwealth restricted for the white territories. അപ്പോൾ എന്താ പറയുക, ഈ ബ്രിട്ടീഷ് ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഭരിക്കുന്നുണ്ടായിരുന്നല്ലോ, കോളനിവൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ രാജ്യങ്ങളായിട്ട് സ്വാതന്ത്ര്യമായി, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ. അപ്പോൾ ബ്രിട്ടൻ കുഡ് നോട്ട് എക്സസൈസ് ഡയറക്റ്റ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദ കോളനീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കോളനീസ് അവർക്ക് പൊളിറ്റിക്കൽ കൺട്രോൾ വെക്കാനായിട്ട് സാധിക്കാതെ. സം ലിബറേറ്റഡ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ബിക്കെയിം മെമ്പർ ഓഫ് കോമൺവെൽത്ത്. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാനും ഒക്കെ കോമൺവെൽത്തിലെ മെമ്പേഴ്സായി. The membership in the Commonwealth makes it easy for immigrants and students to pursue their careers and studies in London. അപ്പോൾ ഈ ഒരു കോമൺവെൽത്തിലുള്ള മെമ്പർഷിപ്പ് എന്താണ്, ഇമിഗ്രൻസിനും സ്റ്റുഡൻസിനും ഒക്കെ അവരുടെ കരിയറും സ്റ്റഡീസും ഒക്കെ ലണ്ടനിൽ നടത്താനുള്ള ഒരു ഇത് കൊണ്ടുവന്നു. അപ്പോൾ കോളനിവൽക്കരണം ഒക്കെ ഇല്ലാതെയായി. Commonwealth began in imperialism and ended in freedom, and equality is regarded as a symbol of the progress in developing countries. അപ്പോൾ എന്താണ്, ഈ കോമൺവെൽത്ത് വന്നത് മൂലം എന്താണ്, സാമ്രാജ്യത്വത്തിൻ്റെ തുടക്കം വന്നു. എന്താ പറയുക, സ്വാതന്ത്ര്യം, ഈക്വാലിറ്റിയും എല്ലാവർക്കും വന്നു. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ സിമ്പിൾ ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഫ്രീഡം, ഇക്വാലിറ്റി ആയിട്ട് മാറി. ഇനി ദ ഐറിഷ് പ്രോബ്ലം സിൻസ് 1920. Since the days of Tudors till the end of the First World War, Ireland remained headache for England. There had been antagonistic feeling between England and Ireland. The reason was domineering nature of England and the revolt of Irish against suppression. When the people's budget was passed in support of the Irish members of Parliament, an explicit promise was made to grant Home Rule for them. But Home Rule Bill could not be enforced on account of the First World War. This frustrated Irishmen. There came a movement called Sinn Féin. This demanded immediate independence. Their leaders negotiated with Germany. അപ്പം ഈ ട്യൂഡേഴ്സിൻ്റെ സമയത്ത് എന്ന് പറയുന്നത്, ട്യൂഡേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ റോയൽ ഹൗസാണ്. 1485 തൊട്ട് 1603 വരെ അവരെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാലത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്താണ്, അയർലൻഡ് ഇംഗ്ലണ്ടിന് ഒരു തലവേദനയായിട്ട് മാറി. ഈ സമയത്ത് വൈരുദ്ധ്യമാർന്ന ഒരു ഫീലിംഗാണ് ഇംഗ്ലണ്ട് അയർലൻഡിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ എന്താണ് പറയുക, ഇംഗ്ലണ്ടിൻ്റെ ഒരു ആധിപത്യത്തിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ദ റിവോൾട്ട് ഓഫ് ഐറിഷ് എഗെയിൻസ്റ്റ് സപ്രഷൻ. അപ്പോൾ ഈ അടിച്ചമർത്തപ്പെടുന്നതിനെതിരെയുള്ള ഐറിഷിൻ്റെ ഒരു റിവോൾട്ടായിരുന്നു അത്. When the people's budget was passed, the support of the Irish members of the parliament and explicit promise was made to grant home rule for them. അപ്പോൾ ഇങ്ങനെ പീപ്പിൾസ് ബഡ്ജറ്റ് പാസ്സായ സമയത്ത് പാർലമെൻറ്റിലുള്ള ഐറിഷ് മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രോമിസ് അവർ നൽകി, എന്താണ്, ഹോം റൂൾ പാസ്സാക്കാന്നുള്ളത്. പക്ഷേ ഈ ഹോം റൂൾ ബില്ല് എന്താ പറയുക, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാലമായതുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇത് ഐറിഷ്മെന്നെ ഫ്രസ്ട്രേറ്റ് ചെയ്തു.
അപ്പോൾ ആണ് ഒരു മൂവ്മെൻറ്റ് വന്നത് സിൻ ഫെയിൻ എന്ന് പറയുന്നത്. ഇതിൽ എന്താ പറയുക, അവർക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ഒരു ഡിമാൻഡാണ് അവർ വെച്ചത്. അവരുടെ ലീഡേഴ്സ് ജർമ്മനിയായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. At the end of the First World War, the general election was held in England. The Sinn Féiners won all seats in Ireland, and instead of attending British House of Commons, they assembled in Dublin. Griffith and their own Republican and Collins, their leaders, declared that they would have their own Republican government. In this alarming situation, British government promised 2 parliaments for Ireland, one at Dublin and other at Belfast. Protestants accepted the offer, but Catholics did not agree. Riot broke out. Lloyd George induced Irish leaders to meet him and negotiate the settlement. The treaty was signed by Griffith and Collins in 1921. It was agreed to set up an Irish Free State, excluding Ulster, with the status of a British dominion within the empire. There was another civil war. Leaders like Collins were killed. Free status won with the withdrawal of the British troops and officials. Ireland began her self-government. അപ്പോൾ വേൾഡ് വാറിൻ്റെ അവസാനം ഒരു ജനറൽ ഇലക്ഷൻ ഇംഗ്ലണ്ടിൽ നടന്നു. അപ്പോൾ സെൻറ്റ് ഫിന്നേഴ്സാണ് അയർലൻഡിലുള്ള എല്ലാ സീറ്റും കിട്ടിയത്. അവർ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺ അറ്റൻഡ് ചെയ്യാതെ ഡബ്ലിനിൽ അസംബ്ലി നടത്തി. അപ്പോൾ ഗ്രിഫിത്തും കോളിൻസും ആയിരുന്നു അവരുടെ ലീഡേഴ്സ്. അവർക്ക് ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് വേണമെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 2 പാർലമെൻറ്റ് അയർലൻഡിന് വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. ഒന്ന് ഡബ്ലിനിലും മറ്റത് ബെൽഫാസ്റ്റിലും. പക്ഷേ പ്രൊട്ടസ്റ്റൻസ് ഇത് ആക്സെപ്റ്റ് ചെയ്തെങ്കിലും കാത്തോലിക്സ് ഇതിനെ എഗ്രി ചെയ്തില്ല. അങ്ങനെ അവിടെ കലാപം നടന്നു. അപ്പോൾ ലോർഡ് ജോർജാണ് ഐറിഷ് ലീഡേഴ്സിന് മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി ചർച്ച നടത്തിയത്. അപ്പോൾ ഒരു ഉടമ്പടി സൈൻ ചെയ്തു ഗ്രിഫിത്തും കോൾസും 1921. ഇതിൽ ഐറിഷിനെ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അൾസ്റ്ററിനെ ഒഴിവാക്കിയിട്ട് അത് ഇംഗ്ലണ്ട് ഡൊമിനിയൻ എംപയറായിട്ട് ഇതാക്കിയിട്ട് ബാക്കിയുള്ളത് ഫ്രീ ആക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ മറ്റൊരു സിവിൽ വാർ നടന്നു. അപ്പോൾ കോളിൻസിലെ കോളിൻസ് മരിച്ചു. അതുപോലെ തന്നെ ഫ്രീ സ്റ്റേറ്റേഴ്സാണ് ജയിച്ചത്. അവർ ബ്രിട്ടീഷിൻ്റെ വിത്ഡ്രോവൽ അയർലൻഡിനെ ഒരു സെൽഫ് ഗവൺമെൻറ് ആക്കി മാറ്റി. Since the Second World War, Ireland played an international role by contributing troops for UN's peacekeeping force. In 1974, British rule was reimposed. In 1975, Constitutional Convention was elected to reconstitute Home Rule. The IRA indulged in terrorist activities and managed to win international attention. The Irish problem could be settled by resolving the personal conflict of opposing faction of Ireland. Britain made sincere attempt to free, but major problem is the internal disharmony. Second World War തൊട്ട് അയർലാൻഡ് ഒരു UN പീ കീപ്പിംഗ് ഫോഴ്സിലൊരു ഒരു മെയിൻ റോള് അവർക്ക് ഉണ്ടായിരുന്നു. ഈ കോൺട്രിബ്യൂട്ടിംഗ് ട്രൂപ്സ് എന്ന് പറയുമ്പോൾ UN സൈന്യം. അതുപോലെ തന്നെ 1974 ബ്രിട്ടീഷ് റൂളിനെ വീണ്ടും ചുമത്തി. 1975 ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷനിൽ ഹോം റൂൾ പിന്നെയും പുനർഘടന നടത്തി. അതുപോലെ തന്നെ IRA ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തു. ഇൻ്റർനാഷണൽ അറ്റൻഷനൊക്കെ കിട്ടി അവർക്ക്. അതുപോലെ തന്നെ ഈ ഐറിഷ് പ്രോബ്ലം ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഓപ്പോസിങ് ഫാക്ഷൻ ഓഫ് അയർലാൻഡ്. ബ്രിട്ടൻ മെയ്ഡ് സിൻസിയർ അറ്റംപ്റ്റ് ടു ഫ്രീ, ബട്ട് അയർലാൻഡിനെ സ്വാതന്ത്ര്യമാക്കാനായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടന്നു എന്നാണ് പറയണത്. പിന്നീട് ബ്രിട്ടീഷ് ഒരു സിൻസിയർ അറ്റംപ്റ്റ് നടത്തി ഈ ഒരു പൊരുത്തക്കേടിനൊക്കെ ഇല്ലാതാക്കാനായിട്ട്. പിന്നീട് മോഡേൺ ബ്രിട്ടീഷ് സൊസൈറ്റീനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം. ദ ബ്രിട്ടൻ ഐസൽസ് ആൻഡ് ഇംഗ്ലണ്ട് ആർ ദ നെയിംസ് given for a single country. The British Isles consist of 2 larger islands. One is Ireland and the other Britain. Great Britain is divided into 3 parts: Scotland, Wales and England. And the full title of United Kingdom is the United Kingdom of Great Britain and Northern Ireland. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളതിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ബ്രിട്ടനിലെ ഐലൻഡ്സും ഇംഗ്ലണ്ട്സിലും ഇങ്ങനെ
ഇംഗ്ലണ്ടിൻ്റെ പേരായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടൻ ഐലൻഡ് 2 ലാർജ് ഐലൻഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് അയർലൻഡും മറ്റത് ബ്രിട്ടനും. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനും 3 പാർട്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്കോട്ട്ലാൻഡും, പിന്നെ ഒന്ന് വെയിൽസും, പിന്നെ ഒന്ന് ഇംഗ്ലണ്ടും. അപ്പോൾ അതിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നായിരുന്നു. പിന്നീട് ലണ്ടൻ. West end of London is a fashionable shopping and entertainment center to the west of the city, and the upper class London stretches from the west end to Hyde Park. The heavily industrialized east end is the center of working class London and the greater city for its size, population, industries and trade, and courage and fighting spirit of people. അപ്പോൾ വെസ്റ്റ് ലണ്ടൻ എന്ന് പറയുന്നത് ലണ്ടൻ്റെ വെസ്റ്റ് പാർക്ക് എന്ന് പറയുന്നത് ഫാഷനബിൾ ഷോപ്പിങ്ങിൻ്റെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. അപ്പർ ക്ലാസ് ലണ്ടൻ എന്ന് പറയുന്നത് വെസ്റ്റ് എൻഡ് ടു ഹൈഡ് പാർക്ക് വരെയായിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് എന്ന് പറയുന്നത് ഹെവിലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിരുന്നു. വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിൻ്റെ ഒക്കെ ഒരു ഗ്രേറ്റസ്റ്റ് പ്ലേസ് ആയിരുന്നു അത്. അതുപോലെ തന്നെ അത് ലണ്ടൻ എന്ന് പറയുന്നത് വലുപ്പത്തിലും പോപ്പുലേഷനിലും ഇൻഡസ്ട്രിയൽ ലെവലിലും ട്രേഡിലും കറേജിലും ഒക്കെ വളരെ എന്താ പറയുക വലിയൊരു പവർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ റൂറൽ ബ്രിട്ടൻ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫീൽഡ്സ്, വുഡ്, സ്ട്രീംസ്. ഇറ്റ് റിഗാർഡ്സ് കൺട്രി സൈഡ് ആസ് എ പീസ്ഫുൾ റിട്രീറ്റ്. വില്ലേജസ് ആർ എസെൻഷ്യൽ പാർട്ട് ഓഫ് കൺട്രി സൈഡ്. അപ്പം ഈ റൂറൽ ബ്രിട്ടൻ എന്ന് പറയുമ്പം അവിടെ ഫീൽഡ്സും വുഡ്സും സ്ട്രീംസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ വളരെ സമാധാനമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഗ്രാമപ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് വില്ലേജസ് തന്നെയായിരുന്നു. പിന്നീട് അഗ്രികൾച്ചർ. The most important crops were wheat, barley, oats, vegetables, fruits and flax. Cattle are bred for milk. Sheep farming is lucrative. Pigs and poultry came next, and tinned food, ready-made food and fast food have reduced labor and time of long cooking process. അതുപോലെ തന്നെ അഗ്രികൾച്ചർ എന്ന് പറയുകയാണെങ്കിൽ വീറ്റ്, ബാർലി, ഓട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ആയിരുന്നു. പിന്നീട് കാറ്റിൽസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷീപ്പ് ഫാമിങ് വളരെ ലാഭകരമായിരുന്നു. പിന്നെ പിഗ് ആൻഡ് പോൾട്രി ഫാം വരുന്നുണ്ടായിരുന്നു. അതുപോലെ ടിൻഡ് ഫുഡ്, റെഡിമെയ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ എന്താണ് ആളുകളുടെ ഒരു എന്താ പറയുക കുറേ സമയമുള്ള ആ ഒരു കുക്കിംഗ് പ്രോസസ്സിനെയൊക്കെ ഇല്ലാതെയാക്കി. ഇൻഡസ്ട്രീസ് കോൾ, അയൺ, സ്റ്റീൽ, ഓട്ടോമൊബൈൽ, ഷിപ്പിംഗ്, ടെക്സ്റ്റൈൽസ്, ഏവിയേഷൻ, പോട്രി ആർ കോള്, അയൺ, സ്റ്റീല്, ഓട്ടോമൊബൈൽ, ഷിപ്പിംഗ്, ടെക്സ്റ്റൈൽസ്, ഏവിയേഷൻ, പോട്രി ഇതൊക്കെയായിരുന്നു ചീഫ് ഇൻഡസ്ട്രീസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ബോൾ ഇൻഡസ്ട്രീസ് മോസ്റ്റ് ആൻഷ്യൻ്റ് എമംഗ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബോൾ ഇൻഡസ്ട്രി അവിടെ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മാഞ്ചസ്റ്ററും സൗത്ത് ലാൻഡ്ഷെയറുമാണ് കോട്ടണിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. മിനറൽ ഓയിൽ വളരെ മോശമായിരുന്നു. പിന്നെ റീഫൈനിങ് ഓഫ് ക്രൂഡ് ഓയിൽ, ഡീസൽ, പെട്രോൾ, കെറോസിന് ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ 5 to 15 years of age. It is free of charge. There is an infant student school for 5 to 7 years. They studied in junior school from 7th to 11th year. Primary education comprises of these stages. Then secondary school, the secondary grammar school and secondary modern school are different kinds of school. അപ്പോൾ 5 തൊട്ട് 15 വയസ്സ് വരെ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയിരുന്നു. അതിന് പൈസയൊന്നും വേണ്ടായിരുന്നു. അതുപോലെ 5 തൊട്ട് 7 വരെ ഇൻഫൻറ്റ് സ്കൂളുണ്ട്. പിന്നെ 7 to 11 വരെ ജൂനിയർ സ്കൂള്, പിന്നെ സെക്കൻഡറി സ്കൂള്, സെക്കൻഡറി ഗ്രാമർ സ്കൂള്, സെക്കൻഡറി മോഡേൺ സ്കൂള് ഇതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്കൂളാണ്. The public school forms fee-paying education. It stresses emphasis on sports. Military training is also given. Oxford and Cambridge are the oldest universities. Advance of science and technology necessitated the establishment of new universities. The Ministry of Education provides many awards for teachers. അപ്പോൾ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഫീ പേയിങ് ആണ് എഡ്യൂക്കേഷന്. അതുപോലെ തന്നെ സ്പോർട്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ആയിരുന്നു ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് എന്താണ് ഇങ്ങനെ പുതിയ യൂണിവേഴ്സിറ്റികളുടെ ആവശ്യങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഒരുപാട് അവാർഡ്സ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നൽകിയിരുന്നു. ഇനി പൊളിറ്റിക്സ് ആൻഡ് പ്രസ് ആണ്. ദർ ആർ 2 പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ്, ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ്. ആൻഡ് ദ റൈറ്റ് ആസ്പെക്ട് ട്രഡീഷൻ ആൻഡ് ഓപ്പോസസ് റാപ്പിഡ് ചേഞ്ച്. ദ ലെഫ്റ്റ് ബിലീവ് ഇൻ പ്രോഗ്രസ് ആൻഡ് റാഡിക്കൽ ചേഞ്ച്. അപ്പോൾ 2 രീതിയിലുള്ള പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും. റൈറ്റുകാർക്ക് എന്താണ് അവർ ട്രഡീഷനെയും ഒക്കെയാണ് വിശ്വസിച്ചിരുന്നത്. പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടിരുന്നില്ല. ലെഫ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രസ്സിനും പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു അവർക്ക് താല്പര്യം. കൺസർവേറ്റീവ് പാർട്ടി ബിലോങ്സ് ടു ദ റൈറ്റ്. കൺസർവേറ്റീവ് പാർട്ടിയാണ് റൈറ്റിൽ ഉൾപ്പെടുന്നത്. ലെഫ്റ്റ് എന്ന് പറയുന്നത്
അതുപോലെ തന്നെ ബിസിനസ്മാൻ ലാൻഡ് ഓണർ സപ്പോർട്ട് ദിസ് പാർട്ടി. ലെഫ്റ്റ് എന്ന് പറയുന്നത് ലേബർ പാർട്ടി ബിലീവ്സ് നാഷണലൈസേഷൻ ഓഫ് സർട്ടൻ ഇൻഡസ്ട്രീസ്. ദേ ഷോ ഫ്ലെക്സിബിലിറ്റി. ബ്രിട്ടീഷ് പ്രോസസ് എൻജോയ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ദർ ആർ ന്യൂമറസ് ഡെയിലീസ്, വീക്ക്ലീസ് ആൻഡ് മാഗസിൻസ്. അപ്പോൾ ബ്രിട്ടീഷ് പ്രസ്സിന് ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു. അവർ ഒരുപാട് ഡെയിലീസും വീക്ക്ലീസും മാഗസിൻസും ഒക്കെ ഇറക്കിയിരുന്നു. ഇനി ലിറ്ററേച്ചറാണ്. നോവൽ was developed as a weapon of social criticism. Promising young poets perished in the World War I, but their feelings were echoed. In the first few decades, modern theatre was dominated by show, post-war disillusion became the subject of novels, drama and poems of the late 20s. അപ്പോൾ നോവലായിരുന്നു സോഷ്യൽ ക്രിറ്റിസിസത്തിനുള്ളൊരു വെപ്പൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യങ് പോയറ്റ്സൊക്കെ വേൾഡ് വാർ ഒന്നിന് ശേഷം നശിച്ചു, പക്ഷേ അവരുടെ ഫീലിങ്സൊക്കെ പ്രതിധ്വനിച്ചിരുന്നു. പിന്നീട് കുറച്ച് കാലത്തോളം, കുറച്ച് വർഷങ്ങൾ മോഡേൺ തിയേറ്ററിൽ എപ്പോഴും പോസ്റ്റ് വാറിന് ശേഷമുള്ള നൈരാശ്യബോധങ്ങളൊക്കെയായിരുന്നു നോവൽസിലെ സബ്ജക്റ്റ്, ഡ്രാമയിലെ പോയത്തിലൊക്കെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫാഷൻ ആൻഡ് ഫുഡാണ്. ദ എസെൻഷ്യൽ ഓഫ് ഫാഷൻ ഹാസ് ചേഞ്ച്ഡ്. ഫാഷൻ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് since world wars. Short skirts, mini skirts, frocks, pants, skirts, pullovers, sweaters are worn by women. ഫാഷനൊക്കെ ഒരുപാട് മാറ്റി. ഈ യുദ്ധത്തിന് ശേഷം ഷോർട്ട് സ്കേർട്ടും മിനി സ്കേർട്ടും ഫ്രോക്കും പാൻറ്റും ഇതൊക്കെയായിരുന്നു സ്ത്രീകളുടെ വേഷം. England cooking has worldwide reputation. The breakfast is made of cereals with milk and sugar, followed by eggs or sausages and finally tea. The midday meal is lunch by the upper class and the dinner by the working class, where the fried fish, vegetables are common. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് റെപ്യൂട്ടേഷൻ നേടിയ ഒന്നാണ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സെറിയൽസും മിൽക്കും ഷുഗറും ഒക്കെ ആയിരുന്നു. പിന്നെ എഗ്ഗ്, സോസേജ്, അല്ലെങ്കിൽ അതിനുശേഷം ടീ. പിന്നെ മിഡ് ഡേ മീൽ എന്ന് പറയുന്നത് ലഞ്ചാണ്. അപ്പർ ക്ലാസ്സിൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഫ്രൈഡ് ഫിഷും വെജിറ്റബിൾസും ഒക്കെയാണ്. ദ ഗവൺമെൻറ് ഓഫ് ബ്രിട്ടൻ ഹാസ് ഷെയർഡ് ബൈ 3 supreme authorities: monarchy, the lords and the commons. After the establishment of constitutional monarch, the king or queen lost their powers, but the English public displayed their loyalty and admiration to the crown. They are not likely to give up monarchy. It is a symbol of Britain and it is the bedrock of English society. Loyalty is their character. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് 3 സുപ്രീം അതോറിറ്റിയാണ് ഷെയർ ചെയ്തിരുന്നത്. ഒന്ന് രാജഭരണം, ഒന്ന് ലോർഡ്സ്, ഒന്ന് കോമൺസ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനപരമായ രാജവാഴ്ച വന്നപ്പോൾ കിങ്ങിനും ക്യൂനിനൊക്കെ പവർ നഷ്ടപ്പെട്ടു. പക്ഷേ അവരുടെ ആ ഒരു സത്യസന്ധത പ്രശംസനീയമായിരുന്നു. അവരൊരിക്കലും അവരുടെ ആ ഒരു രാജവാഴ്ച ഇല്ലാതാക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറായിരുന്നു സത്യസന്ധത എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.